കോതമംഗലത്ത് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധാഗ്നിയിൽ വനം വകുപ്പിനെതിരെയുള്ള ജനരോഷം ആളിപ്പടർന്നു. രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പ്രകടനത്തിലും സമ്മേളനത്തിലും പങ്കെടുത്തു. വനംവകുപ്പ് തീരുമാനം തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുന്നറിയിപ്പ് നൽകി. ഈ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് നീങ്ങേണ്ടതുണ്ടെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പൂയംകുട്ടിയിൽ നടത്തിയ സമരത്തിന്റെ പേരിൽ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ കേസെടുത്തതിലുള്ള പ്രതിഷേധവുമായാണ് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. പന്തങ്ങളും ഏന്തിയായിരുന്നു പ്രകടനം. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. വനം വകുപ്പിനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറുന്നതായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ പ്രകടനമിത കോതമംഗലത്തിന്റെ നഗരവീഥികളിലൂടെ കടന്നു വരികയാണ്. രാജഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന രാജപാത പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനാധിപത്യ ഭരണക്രമത്തിൽ വനം വകുപ്പിന്റെയും ഭരണകൂടത്തിന്റെയും നിഗൂഢമായ താല്പര്യങ്ങൾക്കനുസരിച്ച് അട്ടിമറിച്ചുകൊണ്ട് ഒരു ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന വനം വകുപ്പിന്റെ കാട്ടുനീതികൾ പ്രതിഷേധിച്ചുകൊണ്ടും 2026 മാർച്ച് 16-ാം തീയതി രാജപാത സഞ്ചാര യോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജപാതയിലൂടെ ഒരു ഗാന്ധി സ്ക്വയറിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പ് നിലപാട് തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാർ ജോർജ് പുന്നക്കോട്ടിലിന് എതിരായ കേസ് പിൻവലിക്കണം. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതികരണമുണ്ടാകും. രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സമരം തുടരും. താൻ ജനങ്ങൾക്കൊപ്പം സമരത്തിൽ പങ്കുചേരുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിയമം ഉണ്ടാക്കുവാനും ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തന്നെ നിയമം പ്രാവർത്തികമാക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ സഹകരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ചെറിയ തോതിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭം രാജപാത തുറന്നു തരുന്നതുവരെ തുടരുന്നതായിരിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. ഈ ജനങ്ങളെ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. ഇനിയും ആവശ്യമെങ്കിൽ അടുത്ത ദിവസം തന്നെ രാജപാതകൾ നടക്കുവാൻ ഞാൻ വരുന്നതായിരിക്കും ജനങ്ങളോടൊപ്പം. കോതമംഗലം രൂപത എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കിയിലൊക്കെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായ അവസരത്തിലെല്ലാം രൂപത കൂടെ ഉണ്ടായിരുന്നു. വനം വകുപ്പിന്റെ നടപടികളെ ആന്റണി ജോൺ MLAയും തള്ളിപ്പറഞ്ഞു. മാർ പുന്നക്കോട്ടിലിനെതിരായ കേസ് പിൻവലിക്കണം. രാജപാത ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നും ഈ ആവശ്യത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഇല്ലാത്ത അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വനം വകുപ്പ് അവിടെ അത് തടയുന്ന സമീപനം സ്വീകരിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഞാൻ സൂചിപ്പിച്ചു. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഈ വിഷയത്തിന്റെ ഗൗരവം കണ്ടുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററും വലിയതായ അച്ഛൻ കുട്ടമ്പുഴ പള്ളിയുടെ വികാരിയച്ഛൻ ഇവിടെ ഈ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്നതാണ്. ഞങ്ങൾ വളരെ വിശദമായി മുഖ്യമന്ത്രി കാര്യം കേൾക്കുകയുണ്ടായി. വനം പൊതുമരാമത്ത് മന്ത്രിമാരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശ്രദ്ധയിലടക്കം നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാറില്ല. ഇതിനകത്ത് ഒരു ഭിന്നിപ്പിന്റെ ഒരു സ്വരം ഉണ്ടാകരുത്. ഞാനതങ്ങനെ സൂചിപ്പിക്കാൻ കാരണം അതിന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, അഡ്വക്കേറ്റ് AJ ദേവസ്യ, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, സിജുമോൻ K ഫ്രാൻസിസ്, ഫാദർ അരുൺ വലിയ താഴത്ത്, ഫാദർ തോമസ് പറയിടം തുടങ്ങിയവരും പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.